ഹായ് ഫ്രണ്ട്സ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കുറേ ഓക്സിലറി വേർബ്സ് പഠിച്ചല്ലേ? ഏതൊക്കെ പഠിച്ചു എന്നൊന്ന് ഓർത്ത് നോക്കിയേ. ഈസ്, ആം, ആർ, വാസ്, വെയർ, പിന്നെ ഹാവും ഹാസും ഹാഡും നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുപോലൊരു ഓക്സിലറിയാണ്. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ കുറേ സെൻറ്റൻസ് കൺസ്ട്രക്ഷനൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഓക്സിലറി വേർബ്സ് വെച്ച് എങ്ങനെ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇതുപോലെ തന്നെ കുറേ ഓക്സിലറി വേർബ്സ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൽ ഒത്തിരി അധികം അല്ലെങ്കിൽ വളരെയധികം യൂസ് ചെയ്തു വരുന്ന ഒരു ഓക്സിലറി വേർബാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഡൂവും ഡൂവിൻ്റെ ഫോംസും. DO ഡു. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലോട്ട് പോകാം. ഡു നമുക്ക് മലയാളത്തിൽ ചെയ്യുക എന്നൊക്കെ പറയാം. ഡൂവിൻ്റെ മലയാളം അർത്ഥം ഇപ്പം നമ്മൾ ഡു എന്ന് നമ്മൾ ചുമ്മാ പറയുവാണെങ്കിൽ അതിനർത്ഥം ചെയ്യ് എന്നാണ്. ഓക്കെ, അത് ചുമ്മാ നമ്മൾ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ ചെയ്യുക എന്നൊക്കെ പറയത്തില്ലേ, അതിനാണ് നമ്മൾ വെറുതെ ഡു എന്ന് പറയുന്നത്. ഈ ഡൂവിന് തന്നെ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് മെയിൻ വേർബായിട്ട് ഡൂവിനെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹെൽപ്പിംഗ് വേർബ് അഥവാ ഓക്സിലറി വേർബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഈ ഡൂവിന് രണ്ട് ഫോംസ് ഉണ്ട്, ഡസ്സും ഉണ്ട് ഡിഡും ഉണ്ട്. ഈ ഡൂവും ഡസ്സുമാണ് പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത്, ഡിഡ് പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, ഡു എന്ന് പറയുന്ന വേർഡ് നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. മെയിൻ വേർബായിട്ട് യൂസ് ചെയ്യാം. ഒരു സെൻറ്റൻസിലെ മെയിൻ ആയിട്ടുള്ള വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രവൃത്തി ചെയ്യുക അല്ലേ? ആക്ഷൻ വേർഡാണ് വേർബ്. അപ്പോൾ ആ ഒരു പ്രവൃത്തി കറക്റ്റായിട്ട് ആ സെൻറ്റൻസിൽ എന്താണോ ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് നമുക്ക് ഡു എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഹെൽപ്പിംഗ് വേർബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ചിലപ്പോൾ മെയിൻ വേർബ് വേറെ കാണും, അല്ലെങ്കിൽ വേർബ് ഒന്നും കാണത്തില്ലായിരിക്കും. ഈ ഓക്സിലറി വേർബ് മാത്രമേ അവിടെ കാണത്തുള്ളായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അതുപോലെ തന്നെ ഡൂവിന് രണ്ട് ഫോംസ് ഉണ്ട്, ഡസ്സും ഉണ്ട് ഡിഡും ഉണ്ട്. പ്രസൻറ്റിലാണ് നമ്മൾ ഈ ഡൂവും ഡസ്സും യൂസ് ചെയ്യുന്നത്, പാസ്റ്റിലാണ് ഡിഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രസൻറ്റ് ടെൻസിലുള്ള ഡൂവും ഡസ്സും എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡു ശരിക്കും നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഹാവ്, ഹാസ്, ഹാഡ് പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഹാവ് എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഐയും യുവും എക്സെപ്ഷൻ ആയിട്ട് പറഞ്ഞു. ഐയും യുവും ഹാവ്, ഐയുവിൻ്റെയും യുവിൻ്റെയും കൂടെ ഹാവ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെ ഡു എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് പൊതുവേ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ദേ, വി, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് പേര് ഒരുമിച്ച് പറയുവാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, അങ്ങനെ പ്ലൂറൽ നൗൺസ് ഇല്ലേ, എസ് ചേർത്ത് പറയുന്നത്, അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഡു ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പുറമേ നമ്മൾ ഐയുടെയും യുവിൻ്റെയും കൂടെയും നമ്മൾ ഡു ആണ് യൂസ് ചെയ്യുന്നത്. ഐ ഡു, യു ഡു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ ഡസ് എവിടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്? പ്രസൻറ്റ് ടെൻസിൽ തന്നെ, പക്ഷേ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ. നമ്മൾ തേർഡ് പേഴ്സൺ സിംഗുലർ ആരൊക്കെയാണെന്ന് നമുക്കിപ്പോൾ അറിയാം. ഹി, ഷീ, ഇറ്റ്. അതുപോലെ തന്നെ ഒരു സിംഗുലർ നൗൺ, ഇപ്പം നമ്മൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെയൊക്കെ സിംഗുലർ ഫോം ഏതാണ്? ചൈൽഡ്, സ്റ്റുഡൻറ്റ്, ടീച്ചർ. അതുപോലെ ഏതെങ്കിലും ഒരു ചുമ്മാ ഒരു പേര്, മനു, മീര, ഇതൊക്കെ ഓരോ സിംഗുലർ നൗൺസ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹീ ഡസ്, ഷീ ഡസ്, ഇറ്റ് ഡസ്, അല്ലെങ്കിൽ മനു ഡസ്, മൈ ഫ്രണ്ട് ഡസ്, ടീച്ചർ ഡസ്. ഓക്കെ, പ്രസൻറ്റ് ടെൻസിൽ സിംഗുലർ ആയിട്ടുള്ള നൗണിൻ്റെ കൂടെ, സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാമല്ലോ. ഇനി ഡിഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഒക്കെ നമുക്ക് ഡിഡ് പാസ്റ്റ് ടെൻസിൻ്റെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ. പാസ്റ്റ് ടെൻസ് ആയിരിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ എക്സാമ്പിളായിട്ട് നോക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് ഡൂവിൻ്റെ രണ്ട് യൂസസിലോട്ട് വരാം. ആദ്യത്തെ യൂസ് നമ്മൾ പറഞ്ഞു, മെയിൻ വേർബായിട്ട്, ഒരു സെൻറ്റൻസിലെ മെയിൻ ആയിട്ടുള്ള വേർബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അവിടെയാണ് നമ്മൾ ഈ ചെയ്യുക, ചെയ്യൂ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ ഡൂവിനെ യൂസ് ചെയ്യുന്നത്. ഐ ഡു മൈ ഹോംവർക്ക് അല്ലെങ്കിൽ ഐ ഡു മൈ വർക്ക് എവ്രി ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്നും എൻ്റെ വർക്ക് ചെയ്യും എന്നാണ്. എന്നും ചെയ്യുന്നൊരു പ്രവൃത്തി പറയുമ്പോഴാണ് നമ്മൾ പ്രസൻറ്റ് ടെൻസ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എവ്രി ഡേ വന്നത്. എന്നും ചെയ്യുന്നൊരു പ്രവൃത്തി പറയുമ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിലുള്ള വേർബാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ചെയ്യും എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഡു അവിടെ യൂസ് ചെയ്തത്. ഐ ഡു മൈ വർക്ക് എവ്രി ഡേ, എന്നും ഞാൻ എൻ്റെ വർക്ക് ചെയ്യും. ഷീ ഡസ് ഹർ വർക്ക് എവ്രി ഡേ, അവൾ എന്നും അവളുടെ വർക്ക് ചെയ്യും. ദേ ഡു ദേ വർക്ക് എവ്രി ഡേ, അവർ എന്നും അവരുടെ വർക്ക് ചെയ്യും. അവിടെയാണ് അപ്പം ആ ഐയുടെ കൂടെ ഡു ഉപയോഗിച്ചു, ദേയുടെ കൂടെ ഡു ഉപയോഗിച്ചു. ഇപ്പോൾ നമ്മൾ വി ആണ് പറയുന്നതെങ്കിൽ വി ഡു
our work every day. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഷീ ആയതുകൊണ്ട് എന്ത് വന്നു അവിടെ? ഷീ ഡസ് ഹെർ വർക്ക്. ഹീ ആയിരുന്നെങ്കിൽ ഹീ ഡസ് ഹെർ വർക്ക്. എന്തെങ്കിലും പേരായിരുന്നെങ്കിലോ ആഷിഖ് ഡസ് ഹിസ് വർക്ക്. ഓക്കെ, അങ്ങനെയാണ് ഈ ഡൂവും ഡസും യൂസ് ചെയ്യേണ്ടത്. ഇപ്പം മെയിൻ വേർബായിട്ട് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണെങ്കിൽ നമ്മൾ ഡൂവും ഡസും മാറ്റി മാറ്റി സിംഗുലറിൻ്റെയും പ്ലൂറലിൻ്റെയും കൂടെ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി ഡിഡ് എങ്ങനെ ഉപയോഗിക്കാം നോക്കാം. ഡിഡ് എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് പറഞ്ഞത്? പാസ്റ്റ് ടെൻസിൽ. അപ്പം കഴിഞ്ഞൊരു കാര്യം ചെയ്തു എന്ന് പറയാനായിട്ടാണ് നമ്മൾ ഡിഡ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ആഷിഖ് ഡിഡ് ഹിസ് വർക്ക് യെസ്റ്റർഡേ. അവൻ ഇന്നലെ അവൻ്റെ വർക്ക് ചെയ്തു. ആഷിഖ് ഇന്നലെ അവൻ്റെ വർക്ക് ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിലും സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും ഡിഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ സിംഗുലർ സബ്ജക്റ്റ് അല്ലേ പറഞ്ഞത്? ആഷിഖ് എന്ന് പറയുന്നത് ഒരാളല്ലേ. ഇപ്പോൾ കുറേ പേരുണ്ടെങ്കിലോ ദേ എന്ന് ഞാൻ പറയുകയാണെങ്കിലോ ദേ ഡിഡ് ദെയർ വർക്ക് യെസ്റ്റർഡേ. അവർ അവരുടെ വർക്ക് ഇന്നലെ ചെയ്തു, കംപ്ലീറ്റ് ചെയ്തൊരു കാര്യമാണ്. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞൊരു കാര്യത്തിനെയാണ് നമ്മൾ അവിടെ ഡിഡ് യൂസ് ചെയ്ത് പറഞ്ഞത്, ചെയ്തു എന്നൊരർത്ഥം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഇവിടെ പാസ്റ്റ് ആണെങ്കിൽ കഴിഞ്ഞൊരു കാര്യം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഡാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് രീതിയിലുള്ള എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. ഒന്ന് പ്രസൻറ്റ് ടെൻസിൽ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞൊരു കാര്യത്തിനെക്കുറിച്ചും നമ്മൾ പറഞ്ഞു, പാസ്റ്റ് ടെൻസിലുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. ഇനിയിപ്പം ജസ്റ്റ് കഴിഞ്ഞൊരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ ഒന്ന് പഠിച്ചായിരുന്നു. ഏതാ? ഹാസിലും ഹാവും ഹാഡും പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തൊരു കാര്യത്തിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഹാവും ഹാസും യൂസ് ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടി നമ്മൾ എങ്ങനെ പറയും? ഹീ ഹാസ് ഡൺ ഹിസ് വർക്ക്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഹാസ് ഉപയോഗിച്ചത് എന്തിനാ അവിടെ? ഇപ്പം കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ. ആ കംപ്ലീറ്റ് ചെയ്തു, ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളവിടെ ഹാസ് ഉപയോഗിച്ചത്. പക്ഷേ ഹാസിൻ്റെ കൂടെ നമ്മൾ ഡു ആണോ ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഡസ് ആണോ ഉപയോഗിച്ചത്? ഹീ അല്ലേ അവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താ അവിടെ ഡൺ ഉപയോഗിച്ചത്? അത് ഹാസ് ഉപയോഗിച്ചിരിക്കുന്നത് ഓൾറെഡി ഹാസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ ഡൺ ഉപയോഗിച്ചത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന എക്സാമ്പിൾ ഹീ ഹാസ് ഡൺ ഹിസ് വർക്ക് എന്ന എക്സാമ്പിളാണ്. അതിനകത്ത് ഹാസ് ഡൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞൊരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മളവിടെ ഹാസ് ഡൺ ഉപയോഗിച്ചത്. ഹീ വന്നതുകൊണ്ടാണ് അവിടെ ഹാസ് വന്നത്. ഹാസും ഹാവും ഒക്കെ ഓക്സിലറി ആയിട്ട് വന്നാൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് നമ്മൾ ഡു അല്ല, ഡിഡ് അല്ല, ഡസ് അല്ല, ഡൺ ആണ്. DONE ഡൺ. ഹീ ഹാസ് ഡൺ. ഇപ്പം അവിടെ ഐ ആയിരുന്നെങ്കിലോ ഐ ഹാവ് ഡൺ എന്ന് വന്നേനെ. ഐ ഹാവ് ഡൺ മൈ വർക്ക് എന്ന് വന്നേനെ. ഇപ്പം വി ആയിരുന്നെങ്കിലോ വി ഹാവ് ഡൺ അവർ വർക്ക്. ഓക്കെ, അവിടെ ഹാസിൻ്റെ അവിടെയാണ് മാറ്റം വരുന്നത്. ഡണ്ണ് അതുപോലെ തന്നെ കിടക്കും. അത് ചെയ്തു എന്ന് ഇപ്പം ജസ്റ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ഡണ്ണ് യൂസ് ചെയ്തത്. അതുപോലെ ഇപ്പം വേറെ ഒരു ഈ ഡൂവിൻ്റെ തന്നെ വേറെ ഒരു ഫോം ഞാൻ പറയാം. ഡൂയിങ് എപ്പോഴാണ് വരുന്നത്? ഡൂയിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം ചെയ്തു എന്ന് പറയുവാണ്. അപ്പം ഹീ ഈസ് ഡൂയിങ് സം വർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ കുറച്ച് വർക്കുകൾ ചെയ്യുകയാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഹീ ഈസ് ആണ് വന്നത്. ഈസ് എവിടെ യൂസ് ചെയ്യുന്നത്? പ്രസൻറ്റ് ടെൻസിലാണ്. ആ പ്രസൻറ്റ് ടെൻസായ ഈസിൻ്റെ കൂടെ ഡൂയിങ് വന്നപ്പോൾ അവൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈസ് ഡൂയിങ് എന്ന് പറഞ്ഞത്. ഹീ ഈസ് ഡൂയിങ് സം വർക്ക് മീൻസ് അവൻ ഇപ്പോൾ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ഇപ്പം അവൾ പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. പാസ്റ്റിൽ ഇപ്പം ഇന്നലെ അവൾ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമ്മളെങ്ങനെ പറയും? അവിടെ ഷീ വാസ് ഡൂയിങ് സം വർക്ക് യെസ്റ്റർഡേ എന്ന്. അവിടെ ആ വാസിൻ്റെ അവിടെ മാത്രമേ മാറ്റം വരത്തുള്ളൂ. ഡൂയിങ് അതുപോലെ തന്നെ കിടക്കും. ഓക്കെ, അത് ആ കണ്ടിന്യൂവേഷൻ കാണിക്കാൻ വേണ്ടി, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ ആ ഓക്സിലറി ഈസും വാസും ഒക്കെയാണ് എപ്പോഴാണ് ചെയ്തത് എന്ന ആ ടൈം നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, ഹീ ഈസ് ഡൂയിങ് സം വർക്ക്, ഷീ വാസ് ഡൂയിങ് സം വർക്ക്, ദേ വേർ ഡൂയിങ് സം വർക്ക്. അല്ലെങ്കിൽ ഇപ്പം പ്രസൻറ്റ് നടക്കുന്ന കാര്യമാണെങ്കിലോ ദേ ആർ ഡൂയിങ് സം വർക്ക്, അവർ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് അവിടെ ഡൂയിങ് എന്ന വാക്ക് ഉപയോഗിച്ചത്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമ്മൾ
ഈ ഡൂവിൻ്റെ പല ഫോംസിനെയും മെയിൻ വേർബായിട്ട് യൂസ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണെന്ന് അറിയാലോ? ഒന്ന്, നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യം അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസിൽ ചെയ്യുന്നൊരു കാര്യം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഡു യൂസ് ചെയ്യാം. അവിടെ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയും ഐയുടെയും യുവിൻ്റെയും കൂടെ ഡു യൂസ് ചെയ്യാം. ഐ ഡു മൈ വർക്ക് എവറി ഡേ, യു ഡു യുവർ വർക്ക് എവറി ഡേ എന്നൊക്കെ പറയാം നമുക്ക്. അല്ലെങ്കിൽ ഷീ ഡസ് ഹെർ വർക്ക് എവറി ഡേ. അവിടെ സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡസ് യൂസ് ചെയ്യാം പ്രസൻറ്റ് ടെൻസിൽ. ഓക്കെ, ഇനിയിപ്പോൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഏതാ യൂസ് ചെയ്യേണ്ടത്? ഡിഡ്. അവിടെ നമുക്ക് പ്ലൂറലോ സിംഗുലറോ എന്നൊന്നും നോക്കണ്ട, ഡിഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞൊരു കാര്യത്തിന് പറയാനായിട്ട് നമുക്ക് ഹാവ് ഡൺ, ഹാസ് ഡൺ അത് ഉപയോഗിക്കാം. അതും പ്രസൻറ്റ് ടെൻസിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഹീ ഹാസ് ഡൺ ഹിസ് വർക്ക്, വി ഹാവ് ഡൺ അവർ വർക്ക്. ഓക്കെ, അതെല്ലാം ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തൊരു കാര്യം. അതിനകത്ത് നമുക്ക് ഹാസും ഹാവും മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിൻ്റെ കൂടെ ഈ ഹാവിൻ്റെയും ഹാസിൻ്റെയും കൂടെ നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ഡൂവും ഡസ്സും ഡിഡും ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഡൂവിൻ്റെ മെയിൻ വേർബായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി നമുക്ക് ഈ ഡൂവിനെ എങ്ങനെ ഓക്സിലറി വേർബായിട്ട് യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഡൂവിന് രണ്ട് ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന് മെയിൻ വേർബായിട്ട് യൂസ് ചെയ്യാം, രണ്ടാമത് ഓക്സിലറി വേർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബായിട്ട് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനകത്ത് തന്നെ പല രീതിയിൽ നമുക്ക് ഡൂവിനെ ഓക്സിലറി വേർബായിട്ട് യൂസ് ചെയ്യാം. ഒന്ന്, ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ കാര്യങ്ങൾ തിരക്കാൻ വേണ്ടിയാണ് ഡു യൂസ് ചെയ്യുന്നത്. ഡൂവും ഡസ്സും ഡിഡും നമ്മൾ പറഞ്ഞതുപോലെ ഡു പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ, ഡസ് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ, രണ്ടും പ്രസൻറ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിഡ് പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലോ? ഡു യു ലൈക്ക് ഹിം? ഡസ് ഷീ വർക്ക്? ഡിഡ് യു ഫിനിഷ് ദ ഹോം വർക്ക്? ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും കാര്യം തിരക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒന്ന് ആ ഫസ്റ്റ് എക്സാമ്പിൾ എടുത്തേ. ഡു യു ലൈക്ക് ഹിം? നിനക്ക് അവനെ ഇഷ്ടമാണോ? ഡസ് ഷീ വർക്ക്? അവൾ വർക്ക് ചെയ്യുകയാണോ അല്ലെങ്കിൽ അവൾ ജോലി ചെയ്യുകയാണോ? ഡിഡ് യു ഫിനിഷ് ദ ഹോം വർക്ക്? നിങ്ങൾ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഫിനിഷ് ചെയ്തോ തീർത്തോ എന്ന് നമ്മൾ കാര്യം തിരക്കുവാണ്. അവിടെയാണ് നമ്മൾ ഈ ഡൂവും ഡസ്സും ഡിഡും വെച്ച് തുടങ്ങി നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അവിടെ ആദ്യത്തെ രണ്ട് സെൻറ്റൻസിൽ നമുക്ക് ഇപ്പോഴത്തെ കാര്യം അറിയേണ്ടത്. ഡു യു ലൈക്ക് ഹിം എന്ന് ചോദിച്ചാൽ നിനക്ക് ഇപ്പോൾ അവനെ ഇഷ്ടമാണോ എന്നാണ് അതിനർത്ഥം. ഡസ് ഷീ വർക്ക്? അവൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഡിഡ് യു ഫിനിഷ് ദ ഹോംവർക്ക് എന്ന് ചോദിച്ചാൽ ഹോംവർക്ക് ഫിനിഷ് ചെയ്തായിരുന്നോ എന്നാണ്. അപ്പോൾ പ്രീവിയസ് ആയിട്ട് പാസ്റ്റിൽ നടന്നൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ അതാണ് ഈ ഓക്സിലറി വേർബായിട്ട് ഡു യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഫസ്റ്റ് ഫങ്ഷൻ. ഇനി രണ്ടാമത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസുകൾ കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട്, ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഡു യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഡോണ്ട്, ഡസൻറ്റ്, ഡിഡ് നോട്ട് ഇതൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെയാണ് നോട്ട് വരുന്നതാണ് നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസുകൾ. എന്ന് വെച്ചാൽ ഇല്ല എന്ന് വരുന്ന സെൻറ്റൻസുകൾ. ഇപ്പോൾ ഐ ഡോണ്ട് നോ എന്ന് നമ്മൾ പറയാറില്ല. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അവിടെ ആ ഡൂവിൻ്റെ കൂടെ നമ്മൾ നോട്ട് എന്ന് പറഞ്ഞൊരു വേർഡ് ചേർത്തത് കൊണ്ട് അത് നെഗറ്റീവായി. അപ്പോൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഡൂവിൻ്റെ ഫോംസും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഐ ഡോണ്ട് നോ അല്ലെങ്കിൽ ഐ ഡു നോട്ട് നോ. ഐ ഡു നോട്ട് എൻ്റെ ഷോർട്ട് ഫോമാണ് ഡോണ്ട്. ഏത് ഉപയോഗിച്ചാലും കറക്റ്റാണ്. ഇപ്പം നീന ഡസൻറ്റ് ഒബേ മീ അല്ലെങ്കിൽ നീന ഡസ് നോട്ട് ഒബേ മീ. നീന എന്നെ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നത് ആ പ്രസൻറ്റ് ടെൻസിൽ പറയുന്ന കാര്യം. ഇപ്പോൾ അനുസരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞതാണ് നോട്ട് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നീന ഡസ് നോട്ട് ഒബേ മീ എന്ന് പറഞ്ഞാൽ അവൾ എന്നെ അനുസരിക്കുന്നില്ല എന്നാണ് അർത്ഥം. ഹീ ഡിഡ് നോട്ട് ഫിനിഷ് ദ വർക്ക് അല്ലെങ്കിൽ ഹീ ഡിഡ്ന്റ് ഫിനിഷ് ദ വർക്ക് എന്ന് പറഞ്ഞാൽ അവൻ വർക്ക് ചെയ്ത് കഴിഞ്ഞില്ലായിരുന്നു എന്ന കാര്യം പറയുക. ഹി ഡിഡ് നോട്ട് ഫിനിഷ് ദ വർക്ക്. അവൻ പാസ്റ്റിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ പറയുവാണ്. അവിടെയാണ് നമ്മൾ ഡിഡ് നോട്ട് യൂസ് ചെയ്തത്. പാസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മളവിടെ ഡിഡ് നോട്ട് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്താണോ പറയേണ്ടത് അതനുസരിച്ച് ഇത് മാറ്റാവുന്നതാണ്. ഈ പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡോണ്ടോ ഡസ്സോ ഡിഡോ അങ്ങനെ നോട്ടിൻ്റെ കൂടെ നമുക്ക് ചേർക്കാനായിട്ട് പറ്റും. ഡോണ്ട് എന്ന് ഉപയോഗിച്ചാലും ഡു നോട്ട് എന്ന് ഉപയോഗിച്ചാലും തെറ്റില്ല. ഈ രണ്ട് രീതിയിലാണ് അപ്പോൾ നമ്മൾ ഓക്സിലറി വേർബായിട്ട് ഡൂവിനെ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ടും ഈ രണ്ട് രീതിയിലാണ്. ഒന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനായിട്ട്,
അതുപോലെ തന്നെ ഈ നെഗറ്റീവ് സെൻറ്റൻസസ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞു ഡു യു ലൈക്ക് ഹിം, നമ്മൾ എങ്ങനെ ആൻസർ കൊടുക്കും? എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഡൂവും ഡസും ഡിഡും ഒക്കെ വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ അതെല്ലാം ഒന്നെങ്കിൽ ആണ് അല്ലെങ്കിൽ അല്ല, യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വലുതായിട്ട് സെൻറ്റൻസ് പറയാം. ഡു യു ലൈക്ക് ഹിം? യെസ് ഐ ലൈക്ക് ഹിം. അല്ലെങ്കിൽ യെസ് ഐ ഡു ലൈക്ക് ഹിം എന്ന് നമുക്ക് പറയാം. ഡസ് ഷീ വർക്ക്? യെസ് ഷീ ഡസ് വർക്ക് എന്ന് പറയാം. അല്ലെങ്കിൽ യെസ് എന്ന് ചുമ്മാ പറയാം, അല്ലെങ്കിൽ യെസ് ഷീ വർക്ക്സ് എന്ന് നമുക്ക് പറയാം. ഡിഡ് യു ഫിനിഷ് ദ ഹോം വർക്ക്? യെസ് എന്ന് പറഞ്ഞ് അത് നിർത്താം. അല്ലെങ്കിൽ യെസ് ഐ ഡിഡ് എന്ന് പറഞ്ഞ് നിർത്താം. യെസ് ഐ ഡിഡ് ഫിനിഷ് ദ ഹോം വർക്ക്, യെസ് ഐ ഫിനിഷ്ഡ് ദ ഹോം വർക്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ആൻസർ നൽകാനായിട്ട് പറ്റും. ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് ഇത് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് മെയിൻ വേർബും നമ്മുടെ ഓക്സിലറി വേർബും രണ്ടും ഒരു സെൻറ്റൻസിൽ തന്നെ വരുന്ന രീതിയിൽ നമുക്ക് ഡൂവിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. വാട്ട് ഡു യു ഡു ഇൻ കേരള? നിങ്ങൾ കേരളത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന ആ ക്വസ്റ്റ്യനിൽ 2 ഡു ഉണ്ട്. വാട്ട് ഡു യു ഡു ഇൻ കേരള? അവിടെ ആദ്യത്തെ ഡു എന്ന് പറയുന്നത് ഓക്സിലറി വേർബാണ്. രണ്ടാമത്തെ ഡു എന്ന് പറയുന്നത് മെയിൻ വേർബാണ്. എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഡു യു ഡു? എന്താണ് ചെയ്യുന്നത് ഇൻ കേരള? നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജോലിയെക്കുറിച്ച് ചോദിക്കൂ. അപ്പോൾ ആ ജോലിയെക്കുറിച്ച് ചോദിക്കാനായിട്ട് നമുക്ക് അവിടെ ഡു യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് ആ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. വാട്ട് ഡു യു ഡു ഇൻ കേരള? ഓക്കെ. അതല്ലാതെ നമ്മൾ കാഷ്വലായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഗ്രീറ്റ് ചെയ്യത്തില്ല ആരെങ്കിലും. ഹൗ ആർ യു എന്ന് നമ്മൾ ചോദിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഹൗ ഡു യു ഡു? ഓക്കെ, ആ ഹൗ ഡു യു ഡു എന്ന ചോദ്യത്തിൽ 2 ഡു ഉണ്ട്. ഹൗ ഡു യു ഡു, അതിനകത്ത് ആ ആദ്യത്തെ ഡു എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബാണ്. രണ്ടാമത്തെ ഡു എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ സുഖമാണോ എന്നുള്ളൊരർത്ഥത്തിലാണ് നമ്മൾ അവിടെ രണ്ടാമത്തെ ഡു ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതൊക്കെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഹൗ ഡു യു ഡു എന്ന ചോദ്യങ്ങൾ. ഹൗ ആർ യു എന്ന് മാത്രമല്ല നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്, ഹൗ ഡു യു ഡു എന്നും ചോദിക്കാം. അവിടെ നമുക്ക് 2 ഡൂവും ഉപയോഗിക്കുമ്പോൾ നമുക്ക് തെറ്റായിട്ട് തോന്നും, പക്ഷെ അത് കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പല രീതിയിൽ ഡൂവും ഡൂവിൻ്റെ ഫോംസും യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഡൂവും ഡൂവിൻ്റെ ഫോംസും എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ്. ഡു, ഡസ്, ഡിഡ് ഇതെല്ലാം എങ്ങനെ പല രീതിയിൽ യൂസ് ചെയ്യാം. മെയിൻ വേർബായിട്ടും യൂസ് ചെയ്യാമെന്ന്, ഓക്സിലറി വേർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബായിട്ട് യൂസ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഇതിൽ ഡൂവും ഡസ്സും പ്രസൻറ്റ് ടെൻസിലും ഡിഡ് പാസ്റ്റ് ടെൻസിലുമാണ് യൂസ് ചെയ്യുന്നത്. ഡൂവും ഡസ്സും പ്രസൻറ്റ് ടെൻസിൽ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഡൂ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയും ഐൻ്റെയും യുവിൻ്റെയും കൂടെ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡസ് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഹീ, ഷീ, ഇറ്റ്, അതുപോലെ സിംഗുലർ നൗണിൻ്റെ കൂടെയും യൂസ് ചെയ്യുന്നു. പിന്നെ ഡിഡ് പാസ്റ്റ് ടെൻസിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് ടെൻസിൽ തന്നെ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയും പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയും നമ്മൾ ഡിഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഡു എന്ന് പറയുന്നത് നമുക്ക് മെയിൻ വേർബായിട്ട് യൂസ് ചെയ്യാം. എങ്ങനെ? ഈ ചെയ്യുക എന്ന അർത്ഥത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. ഐ ഡു മൈ വർക്ക് എവറി ഡേ, ഷീ ഡസ് ഹർ വർക്ക് എവറി ഡേ, ദേ ഡു ദേ വർക്ക് എവറി ഡേ എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പം പാസ്റ്റ് ടെൻസിലാണ് പറയുന്നതെങ്കിൽ എങ്ങനെയാ? ആഷിഖ് ഡിഡ് ഹിസ് വർക്ക് യെസ്റ്റർഡേ, ഇന്നലെ ചെയ്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തൊരു കാര്യമാണെങ്കിൽ നമുക്ക് ഡു ഉപയോഗിച്ച് എങ്ങനെ പറയാം? ഹീ ഹാസ് ഡൺ ഹിസ് വർക്ക് എന്ന് പറഞ്ഞാൽ ഹീ ഹാസ് ജസ്റ്റ് ഡൺ ഹിസ് വർക്ക് എന്നാണ് അതിനർത്ഥം. അപ്പോൾ അവിടെ ഹാസ് നമ്മൾ ചേർത്തു. അത് ഇപ്പം ചെയ്തു കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഹാസ് ചേർത്തത്. ഹാസ് ചേർത്തത് കൊണ്ട് തന്നെ അവിടെ ഡു മാറ്റി നമ്മളവിടെ ഡൺ എന്ന് എഴുതി. ഹാവ് ആയിരുന്നെങ്കിലും ഡൺ വന്നേനെ, ഹാസ് ആണെങ്കിലും ഡണ്ണ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഐ ഹാവ് ഡൺ മൈ വർക്ക്, ഞാൻ ഇപ്പം ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ. ഓക്കെ. ഇനിയിപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള കാണിക്കാനാണെങ്കിലോ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന് കാണിക്കാനായിട്ട് നമുക്കവിടെ ഡൂയിങ് എന്ന് ചേർക്കാം. ആ ഡൂവിൻ്റെ കൂടെ ING ഫോം ചേർത്ത് ഡൂയിങ് ചേർക്കാം. ഹീ ഈസ് ഡൂയിങ് സം വർക്ക്. ഓക്കെ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഓക്സിലറി വേർബായിട്ടും ഡു യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ആദ്യത്തേത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് നമുക്ക് ഡു ചേർക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഡു വെച്ച് തുടങ്ങാനായിട്ട് പറ്റും. ഡു യു ലൈക്ക് ഹിം? ഡസ് ഷീ വർക്ക്? ഡിഡ് യു ഫിനിഷ് ദ ഹോം വർക്ക്? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? അപ്പോൾ ഈ ഡു യു സ്പീക്ക് ഇംഗ്ലീഷിൻ്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും കോൺഫിഡൻ്റ് ആയിട്ട് യെസ് ഐ ക്യാൻ എന്ന് ഈ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞിട്ട് പറയാനായിട്ട് പറ്റും, ഉറപ്പാണ്. സോ
ആ ഡു എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇപ്പം ഡിഡ് യു ഫിനിഷ് ദ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ പാസ്റ്റിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇതുപോലെ തന്നെ നെഗറ്റീവ് സെൻറ്റൻസസ് കൺസ്ട്രക്ട് ചെയ്യാനും നമുക്ക് ഡു യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ ഡൂവിൻ്റെ കൂടെ ഒരു നോട്ട് NOT നോട്ട് ചേർത്താൽ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആകും. ഐ ഡോണ്ട് നോ അല്ലെങ്കിൽ ഐ ഡു നോട്ട് നോ, എനിക്കറിയില്ല. നീന ഡസ് നോട്ട് ഒബേ മീ, നീന എന്നെ അനുസരിക്കുന്നില്ല. അവിടെ നീന എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഡസ് വന്നത്. ഇനി ഇതുപോലെ തന്നെ പാസ്റ്റിൽ പറയാനായിട്ട് നമുക്ക് ഡിഡ് നോട്ട് എന്ന് യൂസ് ചെയ്യാം. ഹി ഡിഡ് നോട്ട് ഫിനിഷ് ദ വർക്ക്, അവൻ വർക്ക് ഫിനിഷ് ചെയ്തില്ല, അല്ലെങ്കിൽ ഹി ഡിഡ്ന്റ് ഫിനിഷ് ദ വർക്ക് എന്ന് പറയാം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത്. വാട്ട് ഡു യു ഡു ഇൻ കേരള, നീ എന്താണ് കേരളത്തിൽ ചെയ്യുന്നത്. ഹൗ ഡു യു ഡു, അത് ചുമ്മാ കോമൺ ആയിട്ട് നമ്മൾ ഗ്രീറ്റിംഗ് ഹൗ ആർ യു എന്ന് ചോദിക്കുന്ന നമ്മൾ ചോദിച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒന്ന് റിവൈൻഡ് ചെയ്തെടുത്തതാണ് എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചതെന്ന്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹോംവർക്കിലോട്ട് വരാം. ഇന്നത്തെ ഹോംവർക്ക് ഇതാണ്. നമ്മൾ പറഞ്ഞു ഡൂവിന് 2 ഫംഗ്ഷൻ ഉണ്ടെന്ന്, മെയിൻ വേർബായിട്ടും ഓക്സിലറി വേർബായിട്ടും. അതിൽ തന്നെ ഡു വെച്ചും ഡസ് വെച്ചും ഡിഡ് വെച്ചും നമ്മൾ കുറേ സെൻറ്റൻസുകൾ ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങളുടേതായ കുറച്ച് സെൻറ്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കണം. അതിൽ മെയിൻ വേർബായിട്ട് ഡു വരുന്ന രീതിയിലും ഡു ഡസ് ഡിഡ് വെച്ച് ക്വസ്റ്റ്യൻസ് അല്ല സെൻറ്റൻസുകൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഓക്സിലറി വേർബായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞില്ലേ, നെഗറ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി അതിനകത്തും നിങ്ങൾ 3 സെൻറ്റൻസുകൾ ഉണ്ടാക്കണം. അത് ക്വസ്റ്റ്യൻസ് ആകാം, നെഗറ്റീവ് സെൻറ്റൻസുകളാകാം. ഓക്കെ, അപ്പം ഡൂവും ഡസും ഡിഡും 3 വരുന്ന രീതിയിൽ വേണം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനായിട്ട്. അപ്പം അങ്ങനെ മൊത്തത്തിലൊരു 6 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 6 സെൻറ്റൻസസ് നിങ്ങൾ ഇന്ന് ഉണ്ടാക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫോർ ടുഡേ. താങ്ക് യു. ഹൈ ഫ്രണ്ട്സ്, നമ്മളിന്ന് 2 ഫ്രേസസ് ആണ് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നമ്മളിപ്പോൾ മലയാളത്തിൽ പറയത്തില്ലേ, അത് കുറേ കാലം മുന്നേ ആയിരുന്നു നമ്മൾ പറയത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അവൾ കുറേ കാലം മുന്നേ ആയിരുന്നു ഇവിടെ പഠിച്ചത് എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പോൾ ഈ കുറേ കാലം മുന്നേ എന്നെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? കുറേ കാലം മുൻപ് എന്നതിൻ്റെ ഇംഗ്ലീഷാണ് എ ലോങ് ടൈം എഗോ. എ ലോങ് ടൈം എഗോ, കുറേ കാലം മുൻപ്. ഇറ്റ് വാസ് എ ലോങ് ടൈം അഗോ, അത് കുറേ കാലം മുൻപേ ആയിരുന്നു. ഷീ സ്റ്റഡീഡ് ഹിയർ എ ലോങ് ടൈം അഗോ, കുറേ കാലം മുന്നേ ആയിരുന്നു അവളിവിടെ പഠിച്ചത്. ഓക്കെ, കുറേ കാലം മുൻപ് അല്ലെങ്കിൽ കുറേ കാലം മുന്നേ എന്ന് പറയുന്നതിനാണ് നമ്മൾ എ ലോങ് ടൈം അഗോ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ന് സന്ധ്യയ്ക്ക്, ഇന്ന് രാവിലെ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇന്ന് സന്ധ്യയ്ക്കാണ് അവൻ വന്നത്, ഇന്ന് രാവിലെയാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ കൂടെ ആ ദിവസവും കൂടെ ചേർക്കത്തില്ലേ. അപ്പോൾ നമ്മൾ ആ ഇന്ന് എന്നതിന് പകരം സാധാരണ എന്താ പറയുന്നത്, ടുഡേ എന്നാ. പക്ഷേ നമ്മൾ ഇന്ന് രാവിലെ, ഇന്ന് സന്ധ്യയ്ക്ക് എന്നൊക്കെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ആക്കുമ്പോൾ ടുഡേക്ക് പകരം നമ്മൾ ദിസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് സന്ധ്യയ്ക്ക് ദിസ് ഈവനിങ്, ഇന്ന് രാവിലെ ദിസ് മോർണിംഗ്. ഓക്കെ, നമ്മളങ്ങനെ ടുഡേ ഗ്രാമാറ്റിക്കലി കറക്റ്റാണ്, ഗ്രാമർ വൈസ് നമ്മൾ ഐ കെയിം ടുഡേ മോർണിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റാണ്. പക്ഷെ നമ്മൾ ടുഡേക്ക് പകരം ദിസ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്, അതാണ് മോർ കറക്റ്റ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ഐ കെയിം ദിസ് ഈവനിങ്, ഷീ കെയിം ദിസ് മോർണിംഗ്. ഓക്കെ, ഇന്ന് സന്ധ്യയ്ക്ക് ദിസ് ഈവനിങ്, ഇന്ന് രാവിലെ ദിസ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് 2 ഫ്രേസസ് ആണ് മെയിനായിട്ട് പഠിച്ചത്. ഒന്ന് കുറേ കാലം മുൻപ്, എ ലോങ് ടൈം അഗോ. അതുപോലെ ഇന്ന് സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ ഇന്ന് രാവിലെ ദിസ് ഈവനിങ്, ദിസ് മോർണിംഗ്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം.